ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ്. അപ്പോൾ വേണി ഇതേണ്ട വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ കമലയും അതുപോലെ തന്നെ ശേഖരനും രാധയും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ രാധയോട് ഇങ്ങനെ പറയുകയാണ്, വേണി പറഞ്ഞത് ശരിയാ എന്നാൽ കമല ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കേട്ടോ. വേഗം തന്നെ എന്താണെങ്കിലും വേണീനെ അങ്ങോട്ട് പറഞ്ഞു വിടണം. അപ്പോൾ ശേഖരൻ പറയാണ്, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെടി നിന്നോട് ഇടയിൽ കയറി സംസാരിക്കരുതെന്ന്. പിന്നെ നിൻ്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ ഇവിടെ എന്ന് ചോദിച്ചാൽ ശേഖരൻ ഇങ്ങനെ ചൂടാവുകയാണ്. മിണ്ടാണ്ട് ഒരു ഭാഗത്ത് നിന്നോണം, പറഞ്ഞേക്കാം രാവിലെ തന്നെ നീ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കല്ലേ. ഇപ്പം ശേഖരേട്ടൻ കമലയെടുത്തിയോട് എന്തിട്ടാ ചൂടാകണത്? കമലയെടുത്തി പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ വേണി. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ കെട്ടിച്ച് വിട്ട വീടല്ലേ, അവിടേക്ക് എപ്പോഴാണ് എന്നെ കൊണ്ടുപോയി വിടണമെന്നാണ് ചോദിച്ചത്. അതെ, എന്താ പറഞ്ഞാലും ഗൗരി ഇങ്ങോട്ട് വന്നെങ്കിൽ എൻ്റെ മോന് സന്തോഷമാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ അത് ഇങ്ങനെയൊക്കെയായി. അമ്മയ്ക്ക് അമ്മയുടെ മോനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ അല്ലേ ഈ വേണിയില്ലേ? ഈ വേണി എന്ന് പറയുന്നത് അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്ന കേട്ടോ. എന്നെക്കുറിച്ച് എന്താ അമ്മ ആലോചിക്കാത്തത് എന്ന് ചോദിച്ചാൽ വേണി ചൂടാകുക. ഗൗരി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വരെ എന്നെ പിടിച്ചിവിടെ നിർത്താനാണ് ഉദ്ദേശം? എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. എന്നെ കെട്ടിച്ച് വിട്ട വീടാത്, എനിക്ക് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. വേണി, നീ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആദർശ് വരുമല്ലോ. അവൻ വരുമ്പം അവൻ്റെ ഒപ്പം നീ പൊയ്ക്കോ. അപ്പോൾ നമ്മുടെ ശേഖരനടഞ്ഞു. അതെ, അതിപ്പോൾ അമ്മയല്ലല്ലോ തീരുമാനിക്കുന്നത്, അച്ഛനല്ലേ തീരുമാനിക്കുന്നത്. അച്ഛനോട് തീരുമാനിക്കാതെ അമ്മ ഒരു തീരുമാനം എടുക്കണ്ട കേട്ടോ. അമ്മയുടെ ഈ സ്വഭാവം കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്നത്. ഞാൻ എൻ്റെ ഭർത്താവ് എന്നെ തല്ലിയ ഞാൻ സഹിക്കും. ഒരു നല്ല ഭാര്യ അങ്ങനെ വേണം എന്ന് പറഞ്ഞു. അതെ അമ്മേ, നമ്മുടെ വേണിമോളെ അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഒരിക്കലും അച്ഛൻ അങ്ങനെ ചെയ്യില്ല, അതും വേണിമോടെ കാര്യത്തിൽ എന്ന ശേഖരൻ ഇങ്ങനെ പറയണം. എൻ്റെ മസിലേട്ടാ, നമ്മുടെ അച്ഛനുണ്ടല്ലോ ഒരു തേങ്ങയും മനസ്സിൽ കണ്ടിട്ടില്ലേട്ടാ. അങ്ങനെ ചിന്തിച്ച് ചെയ്യാനുള്ള എഡ്യൂക്കേഷനൊന്നും ചാരങ്ങാട്ട് മഹാദേവൻ എന്ന അച്ഛനെ ഇല്ല കേട്ടോ. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇത് വെറുതെ അച്ഛൻ എടുത്തിയാട്ടം കാണിച്ചതാ. നല്ലോണം ഒന്ന് ആലോചിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഫൗള് പരിപാടി വേറെ ഇല്ലെന്ന് അച്ഛനെ മനസ്സിലാവുമായിരുന്നില്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ അച്ഛൻ ഒരു കാരണവശാലും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു. ഓരോ എടുത്തിയാട്ടത്തിന് ഓരോ കോപ്രായം കാട്ടിക്കൂട്ടിക്കോളും. അതിപ്പോൾ അച്ഛനായാലും ആങ്ങളമാരായാലും ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതിന് അനുഭവിക്കേണ്ടത് ഈ പെങ്ങന്മാരാ, അല്ലാണ്ട് ആരാ എന്ന് ചോദിച്ച് വീണിങ്ങനെ ചൂടാവുക. അതെ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആദർശേട്ടനെ വിളിക്കാൻ പോട്ടോ. എന്നെ വീണ് കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ആദർശേട്ടനോട് പറയും. ആദർശേട്ടൻ വരുമ്പോണ്ടല്ലോ ഞാൻ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിപ്പോവും. ഇതിൻ്റെ പേരിൽ ഇനി എന്തിട്ടൊക്കെ പ്രശ്നം ഉണ്ടായാലും ആര് കെട്ടി തൂങ്ങിയാലും എനിക്കൊരു പ്രശ്നമല്ല കേട്ടോ. ഞാൻ എൻ്റെ ആദർശേട്ടനോടൊപ്പം പോകും എന്ന ഉറച്ച തീരുമാനം പറഞ്ഞിട്ട് വേണി അങ്ങ് പോയി. അപ്പോൾ കമലയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് സ്റ്റേൺ ആയിട്ടുള്ള ഒരു തീരുമാനം എന്നോർത്ത്. അപ്പോൾ ശേഖരൻ ഇങ്ങനെ നോക്കുക കമലയുടെ ചിരിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ശേഖരന് ദേഷ്യം വന്നു കേട്ടോ. കമല സപ്പോർട്ട് ചെയ്യുകയും ചെയ്തല്ലോ. അപ്പോൾ കമല ചിരിച്ചിങ്ങനെ നോക്കുമ്പോഴത്തേനും ശേഖരൻ ഇങ്ങനെ കൊട്ടിപ്പിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആദർശം വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നന്ദിനി വന്നു, ചായ കൊടുത്തു. ശ്യാമേട്ടാ ഇതാ ചായ. അമ്മ എവിടെ എന്ന് ചോദിച്ചു. കിടക്കുക. അമ്മ ഇത് തൽക്കാലം ഇതൊന്നും അറിയണ്ട കേട്ടോ നന്ദിനി, അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു നന്ദിനി. ആ ധ്രുവൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് ചോദിച്ചു നന്ദിനി. അവൻ പറയുന്ന അനുസരിക്കല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലമ്മേ എന്ന് ആദർശം പറഞ്ഞു. ഇനിയിപ്പം അവൻ ആവശ്യപ്പെട്ട പണം നൽകിയില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവും. അച്ഛാ, നമ്മൾ എങ്ങനെ 5 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യും? എങ്ങനെയെങ്കിലും നമ്മൾ പണം തിരികെ കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ അവൻ ആ ശങ്കറിനെ അറിയിക്കും, അത് ഉറപ്പാ. ശങ്കറിനോട് ഇക്കാര്യം നമുക്ക് നേരിട്ടൊന്ന് പറഞ്ഞാലോ അച്ഛാ? നീ എന്താ ആദർശ ഈ പറയണത്? കല്യാണത്തിന് മുൻപ് ധ്രുവൻ നമ്മുടെ ഗൗരിയെ കിഡ്നാപ്പ് ചെയ്തു എന്നും ഒരു രാത്രി മുഴുവൻ നമ്മുടെ ഗൗരി മോള അവൻ്റെ കസ്റ്റഡിയിലായിരുന്നു എന്നും എങ്ങനെ നമ്മൾ ശങ്കറിനോട് പറയും എന്ന് ചോദിച്ച് ശ്യാം സാറ് ആകെ ധർമ്മസങ്കടത്തിലായി. അതെ, ഇതൊന്നും അറിയാതെയല്ലേ അവൻ കല്യാണത്തിന് തയ്യാറായത്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗൗരിമോളോട് അവൻ എങ്ങനെയാ പെരുമാറുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആദർശേ. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. അവൻ ചിലപ്പോൾ ഗൗരിയെ ഉപദ്രവിച്ചു എന്നിരിക്കും, അതും പറയാൻ പറ്റില്ല. അത് ഇതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലേ ചെന്ന് തീരുള്ളൂ എന്ന് പറഞ്ഞ് ഇവരാകെ ധർമ്മസങ്കടത്തിലിരിക്കുക. അതുകൊണ്ട് അവൻ ആവശ്യപ്പെട്ട പണം നൽകി എങ്ങനെയെങ്കിലും ധ്രുവൻ്റെ തൽക്കാലത്തേനെങ്കിലും അടപ്പിച്ചേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ നമ്മുടെ ഗൗരിയുടെ ഭാവി നശിച്ചു പോകും മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദർശിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. വേണിയ എന്ന് പറഞ്ഞ് വേഗം തന്നെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. അപ്പോൾ ആദർശ് അപ്പുറത്തേക്ക് മാറി നിന്നു കേട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് ആദർശ് ഫോൺ എടുത്ത് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ വേണി ചോദിക്കണം, എന്താ മനുഷ്യ, ഞാൻ അവിടുന്ന് കുറച്ച് ദിവസം മാറി നിന്നപ്പോഴേക്കും നിങ്ങളെന്നെ മറന്നോ എന്ന് ചോദിച്ചു വേണി. അപ്പം ആദർശ, ഒരു പ്രാവശ്യം പോലും നിങ്ങളെന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ എൻ്റെ മത്താപ്പേ. വേണി, എനിക്ക് ബാങ്കിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ പറ്റാതെ പോയത്. ആഹാ, അപ്പം അത് ശരി, നിങ്ങളുടെ സ്വന്തം ഭാര്യയാണോ അതോ നിങ്ങളുടെ ജോലിയാണോ വലുത്? വേണി, ഞാൻ പറയണത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് ആൻസർ താൻ്റെ മനുഷ്യ. ഞാനാണോ നിങ്ങളുടെ ജോലിയാണോ വലുത്? ഏതാ നിങ്ങൾക്ക് വലുത്? ഞാനല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു കേട്ടോ. അതൊന്ന് വാ തുറന്ന് പറയാനായിട്ട് എന്തുട്ടാ നിങ്ങൾക്ക് മടി? അതെ വേണി, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ട് വിളിക്കാം. വേണ്ട, അതിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് തൽക്കാലം പോവണ്ട എന്ന് പറഞ്ഞേ. എപ്പോഴാണ് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത്? അതെ, ഉടനെ തന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരാം. വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. വരാൻ വേണി എന്ന് പറഞ്ഞു. വെളുപ്പിനെ തന്നെ പോന്നോട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗുരുവായൂരൊന്ന് പോകണം കേട്ടോ. കല്യാണം കഴിഞ്ഞ ശേഷം ഗുരുവായൂരൊന്ന് പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെയുണ്ടല്ലോ, നമുക്ക് തൃശ്ശൂർ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങാം. അത് മാത്രമല്ല കേട്ടോ, പിന്നെ നമ്മുടെ ഓൺ ദ വേയിൽ നമ്മൾ തിരിച്ചു പോകുമ്പം അതിരപ്പള്ളിയിലൊന്ന് കയറിയിട്ട് പോകാട്ടോ. നമ്മൾ അതിരപ്പള്ളി വെള്ളത്തേട്ടം കണ്ടിട്ടുണ്ടോ? സൂപ്പറാട്ടോ വേണി, നമുക്കിവിടെയൊക്കെ പോകാം എന്ന് പറഞ്ഞു ആദർശൻ. അപ്പം വേണിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങൾ നാളെ രാവിലെ തന്നെ പുറപ്പെടുവോ എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ വെളുപ്പിന് തന്നെ ഇറങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു. അതെ, ഞാനേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിവിടെ കാത്തിരിക്കുക, നിങ്ങൾ വന്നാലേ അപ്പം തന്നെ നമുക്ക് ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞു വേണി. വെളുപ്പിന് ഇവിടുന്ന് പുറപ്പെട്ടാലേ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എത്തും എന്ന് പറഞ്ഞു ആദർശ. അപ്പോൾ വേഗം വായോ എൻ്റെ മത്താപ്പേ, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ഭയങ്കര സന്തോഷത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ആദർശ് വരും, തന്നെ കൂട്ടിക്കൊണ്ട് പോകും. അതിനുശേഷം അവിടെ ചെന്നിട്ടുള്ള പരിപാടി, പോകുന്ന വഴിക്കുള്ള പരിപാടി ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാവം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആദർശ് ഫോൺ വിളിച്ച് അകത്തേക്ക് കയറി ചെന്നപ്പം, എന്താ വേണിമോൾ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. നാളെ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വരണം എന്നാ അവൾ പറയണത്. അപ്പോൾ ശ്യാം സാർ പറഞ്ഞു, അതെ, ആദ്യം ധ്രുവൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കട്ടെ, അതിനുശേഷം മാത്രം വേണിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് ശ്യാം സാർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആകെ സങ്കടത്തിലായത് നമ്മുടെ ആദർശാണ്. ഇനി എന്ത് പറയും, വരാമെന്ന് ആദർശ് വാക്ക് കൊടുക്കുകയും ചെയ്തതാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി കുഞ്ഞൊരു അടുക്കളയും ഇതൊക്കെ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ശങ്കർ വന്നിട്ട് ശങ്കർ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് ഗൗരിയുടെ ഓരോ പെർഫോമൻസ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ വീരൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ശങ്കറിൻ്റെ നോട്ടം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക. എന്താടാ, പണ്ട് നമ്മുടെ രാവണൻ ബ്രോ സീതേച്ചിയെ തട്ടിക്കൊണ്ട് വന്ന് അശോകവനികയിൽ താമസിക്കുന്ന ആ സമയത്ത് ഈ സീത ഇങ്ങനെ മുഖം കഴുകുന്ന ആ 10 തലയും 20 കണ്ണും വെച്ച് രാവണൻ നോക്കി നിന്നിട്ടുണ്ടാവില്ലേ? രാവണൻ ഭയങ്കര ലക്കിയാട്ടോ. 20 കണ്ണില്ലായിരുന്നോ അയാൾക്ക് ആ സൗന്ദര്യം ആസ്വദിക്കാൻ? പക്ഷെ ജസ്റ്റ് 2 കണ്ണേ ഉള്ളൂ. നമുക്ക് തികയില്ല കേട്ടോ. എന്തൊരു ചന്താണ് എൻ്റെ ക്ടാവിനെന്നറിയോ? ശങ്കർഭായ്, ഒരു അർജൻറ്റ് കാര്യം പറയണ്ട, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ വീരൻ നമ്മുടെ ശങ്കർഭായിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാം. എന്നിട്ടടാ വീര, എൻ്റെ അച്ഛനെങ്ങാണെന്ന് നിങ്ങളോട് ആരെങ്കിലും വിളിച്ചോ, എന്തെങ്കിലും സംസാരിച്ചോ? ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ അയത്ത് ചോദിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ അമ്മാരി ചോദിക്കുകയാണ്, അതെ, ഞങ്ങൾ ശങ്കർഭായിയുടെ വീട്ടിൽ പോയി സംസാരിക്കണോ? ഞങ്ങൾ 3 പേരോടെ പോയിട്ട് നമ്മുടെ അച്ഛനുമായിട്ട് വേണേൽ സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയാലോ? അതൊന്നും വേണ്ടടാ, അച്ഛൻ ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ. നിനക്കെന്താടാ വീര, എന്തോ അർജൻറ്റായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതെ ശങ്കർഭായ്, ഒരു കാര്യം പറയണ്ട കേട്ടോ. ഇന്നലെയും ഏട്ടത്തി ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ? ഇവിടെയാണെങ്കിൽ ഒരു സാധനം ഇല്ല കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണ്ടേ ശങ്കർഭായ്? പറയാ എന്ന് പറഞ്ഞു. അപ്പം ഗൗരി ഇത് കേട്ടോണ്ടാണ് വരുന്നത്. അതെ, എനിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വരാനുള്ള പ്ലാൻ ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചാണ് ഗൗരി അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ശങ്കർ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ശങ്കർ ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ഗൗരിയോട് എന്ത് പറയാനാ എന്നോർത്ത് ഇപ്പന്മാർ 3 പേരും അവിടെ നിൽപ്പുണ്ട്. വീരനും മൈത്തും ചോദിച്ചു. അപ്പോൾ വീരൻ ഇങ്ങനെ പറയണം, എൻ്റെ ഏട്ടത്തി കരുതുന്ന പോലൊന്നും അല്ല കേട്ടോ. ശങ്കർഭായിക്ക് ഏട്ടത്തി എന്ന് പറഞ്ഞാൽ പ്രാണനാണ്, അത്രയ്ക്ക് ജീവനാട്ടോ. ഏട്ടത്തി എന്ന് വെച്ചാൽ ശങ്കർഭായി മരിക്കും കേട്ടോ. അതെ, ഏട്ടത്തിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലുണ്ടല്ലോ ശങ്കർഭായിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ശങ്കർഭായിയുടെ കയ്യിൽ കാശില്ല, അത് ശരിയാ. പക്ഷേ എവിടുന്നും എങ്ങോട്ട് പോയി ഒന്നും അടിച്ചു മാറ്റേണ്ട കാര്യം ശങ്കർഭായിക്കില്ല കേട്ടോ.
ഏട്ടത്തിക്ക് ചിലപ്പോൾ ശങ്കർബായി വെറും ഒരു ഗുണ്ട പോലത്തെ ഒരാളായിരിക്കും. പക്ഷേ ഞങ്ങൾക്കും തൃശ്ശൂർക്കാർക്കും അങ്ങനെയല്ലട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെ ആളല്ല. ഏട്ടത്തിക്കൊരു കാര്യം അറിയോ? പഴയ ഒരു ശങ്കർബായി ഉണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സിന് പോലും ആ ശങ്കർബായിയോട് എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പേടിയായിരുന്നു കേട്ടോ. ശങ്കർബായിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയ സ്പോട്ടിൽ കിട്ടും കിളിക്കട്ടം. അതുപോലെ രീതി. ആ ഒരു ശങ്കർബായിയാണ് ഇപ്പം ഏട്ടത്തി പലതും പറയുമ്പോഴും സൈലൻ്റാക്കി വിട്ട് കളയണത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണം. ദേ സ്കൂളിൽ പഠിക്കണ കാലം തൊട്ട് ഞങ്ങൾ ശങ്കർബായിനെ കാണണം കേട്ടോ. ഏട്ടത്തിയുടെ മുമ്പിലല്ലാതെ ഇത്രയും ക്ഷമയോടെ ശങ്കർബായിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ശങ്കർബായി ഇത്രയും നന്നായത് ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാ. എന്നിട്ടോ ആ മനുഷ്യൻ്റെ സ്നേഹം ഇതുവരെ ഏട്ടത്തിക്ക് മനസ്സിലായിട്ടുമില്ല. ഇതെന്തോ ഒരു കഷ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് വീരനും ജോജുവും അയത്തോടെ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഗൗരിക്ക് എന്തോ പോലെ ആയിപ്പോയി. അപ്പോൾ അതേ ശങ്കർബായി സൂപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ശങ്കർബായിയുടെ ഒടുക്കത്തെ ഒരു ഫാനാണ് കേട്ടോ. ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ശങ്കർബായിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ ശങ്കർബായി, നമ്മുടെ ആ പൂരത്തിനുണ്ടല്ലോ, കഴിഞ്ഞ പൂരത്തിന് ആ സോമശേഖര സാറിനെ ഉണ്ടല്ലോ പൂരപ്പറമ്പിലിട്ട് ശങ്കർബായി മെടഞ്ഞൊരു മെഡലില്ലേ, എൻ്റെ പൊന്ന് ശങ്കർബായി, അത് പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചമാണ് കേട്ടോ, രോമാഞ്ചം എന്ന് പറഞ്ഞു. ശങ്കർബായി സോമൻ സാറിനെ ഇടിച്ച് പപ്പട പരുവാക്കിയിട്ട് നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ നമ്മുടെ കൊമ്പെ പിടിച്ചൊരു നിപ്പുണ്ടായിരുന്നല്ലോ, എൻ്റെ പൊന്നോ എൻ്റെ അമ്മോ, ആ രണ്ട് കൊമ്പന്മാരെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തലയെടുപ്പോടെ നിൽക്കുന്ന ആ നിപ്പുണ്ടല്ലോ, എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല കേട്ടോ. തൃശ്ശൂർകാർക്ക് നിങ്ങൾ അഭിമാനം കേട്ടോ, അഭിമാനം. രണ്ട് കൊമ്പനോ എന്നോടനെ വീരൻ ചോദിക്കാം. അതെ, ഞങ്ങളുടെ ശങ്കർബായിയെ വല്ലാണ്ട് കണ്ണ് വെക്കലടാ എൻ്റെ കന്നാലി. അയ്യോ കണ്ണ് വെച്ചല്ല കേട്ടോ, ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. എന്താണെന്നറിയോ, എൻ്റെ പെങ്ങൾ താമസിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലാട്ടോ. നമ്മുടെ അളിയനൊരു പോലീസുകാരനാ, SI. പിന്നെ ആളിയൻ അവിടുത്തെ ഒരു വമ്മൻ ഗുണ്ടാറ്റിയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കേട്ടോ. ഒരു രാത്രിയിലെ അവന്മാർ 7-8 പേര് കയറി വാളും കടാരയും ഒക്കെ ആയിട്ട് വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി. പിന്നെ നമ്മുടെ പെങ്ങളെയും കൊച്ചിനെയും അളിയനെയും ഒക്കെ തട്ടുന്ന അവസ്ഥയായി. അതിലൊരുത്തൻ നമ്മുടെ അളിയൻ്റെ കഴുത്തിൽ കത്തി ഇങ്ങനെ തട്ടിച്ച് വെച്ചപ്പോൾ എന്തുട്ടാ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മുടെ അളിയൻ ഇങ്ങനെ വിറങ്ങലിച്ചങ്ങനെ നിൽക്കാട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പെങ്ങളുണ്ടല്ലോ, അവൾ നമ്മുടെ തൃശ്ശൂർകാരിയാണല്ലോ, അവൾ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു കാച്ചം കാച്ചി. നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോടാ, നിന്നെ ഒന്നും വെറുതെ വിടില്ലടാ എൻ്റെ ശങ്കർബായി എന്നായിരുന്നു അവൾ പറഞ്ഞത്. എൻ്റെ പൊന്നോ ശങ്കർബായി പിന്നെ പറയണ്ട കേട്ടോ. ശങ്കർബായി എന്ന് പറഞ്ഞ ആ ഒരു ജസ്റ്റ് മൊമെൻറ്റിൽ അവന്മാരുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ആളേനോടും പെങ്ങളോടും മാപ്പ് പറഞ്ഞ തേക്കിൻ്റെ ഒരു കഥകും കൂടെ വെച്ച് കൊടുത്തിട്ടാ അവന്മാർ അവിടെ നിന്ന് സ്കൂട്ടായത്. എൻ്റെ പെങ്ങളെയും കുടുംബത്തെ രക്ഷിച്ചത് ഈ ഒരു പേരാട്ടോ ശങ്കർബായി. ഞങ്ങൾക്ക് ദൈവാട്ടോ, ശരിക്കും ദൈവം എന്ന് പറഞ്ഞാൽ പോരുന്നേ. നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യണില്ലല്ലോ, ഇതൊന്നും നമ്മുടെ മിടുക്കല്ല, എല്ലാം വടക്കുനാഥൻ്റെ അനുഗ്രഹ എന്ന ശങ്കറിൻ്റെ മറുപടിയും വന്നു കേട്ടോ. എനിക്ക് കുറച്ച് വീട്ടു സാധനങ്ങൾ വേണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ശങ്കർബായി പറഞ്ഞു. അത് പിന്നെ 2-3 ദിവസത്തേക്ക് ഒരു വീട്ടിൽ 3-4 പേർക്ക് കഴിയാനുള്ളത്ര അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ വേണം എന്ന് പറഞ്ഞു. എന്താ പറയുക, ഉപ്പ്, മുളക്, തേയിലപ്പൊടി, പഞ്ചസാര, അങ്ങനെ എല്ലാ എന്താ ഐറ്റംസും വേണോ അതെല്ലാം വേണം. എന്തുട്ടാ വേണ്ടെന്ന് വെച്ചാൽ കയറിയെടുത്തോ. അയ്യോ അത് പറ്റില്ല, ഓരോ ഐറ്റംസ് അളവ് നോക്കി തൂക്കം നോക്കി നിങ്ങൾ തന്നെ എടുത്തു തരണം. എടാ വീര ജോജോ, എന്തൊക്കെ വേണ്ടെന്നൊന്ന് പറഞ്ഞു കൊടുക്കടാ, നിങ്ങൾ വന്നേ ഓരോന്നായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരെയും കൂട്ടിക്കൊണ്ട് പോയി അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടോ. ശങ്കർബായി, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് കേട്ടോ, കാശ് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു വീരൻ. അയ്യോ അത് വേണ്ടടാ വീര, അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ കയ്യിലെ കാശ് കൊണ്ട് തന്നെ ഞാൻ സാധനം വാങ്ങുള്ളൂ. എൻ്റെ ഗൗരിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. വാക്ക് കൊടുത്താൽ പിന്നെ ശങ്കർബായി മാറ്റില്ല എന്ന് നിനക്കറിയാലോ. അതെ പറഞ്ഞേ, കാശ് എത്രയായി എന്ന് ചോദിച്ചു. ഹൈ ചിരിക്കാതെ, ഈ കാശ് എത്രയായെന്ന് പറയടോ. അപ്പോൾ അയ്യോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിക്കാനോ എൻ്റെ ശങ്കർബായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുകഴ്ത്തി പറഞ്ഞതൊക്കെ ഈ കടയുടെ മുതലാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇയാളുടെ കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇയാളിങ്ങനെ ചിരിച്ചപടി നിൽക്കുകയാണ്. അയ്യോ ശങ്കർബായിയുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങാനോ, നല്ല കഥയായിട്ടാ.
ദേ ഈ കട നിങ്ങളുടെ കേട്ടോ, ഇവിടെ ഇരിക്കുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങളെടുത്തോണ്ട് പോയിക്കോ, ഒരു പൈസ പോലും നിങ്ങൾ എനിക്ക് തരണ്ട, ഞാൻ വാങ്ങിക്കില്ല, അത് തന്നെ എന്ന് പറഞ്ഞു. എടാ ജോജു, തിരിച്ചു വെച്ചേ സാധനങ്ങളൊക്കെ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പം അയാൾ കയറി പിടിച്ചു കേട്ടോ. എൻ്റെ പൊന്നു ശങ്കർഭായി പിണങ്ങി പോവാണോ? അയ്യോ, ഞാനൊരു തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അതെ, കാശ് വാങ്ങാതെ സാധനം വേണ്ട കേട്ടോ. ശങ്കർഭായി എന്നെ വെറുതെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. എനിക്ക് ശങ്കർഭായിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റില്ല. എന്നാൽ എനിക്ക് സാധനം വേണ്ട എന്ന് പറഞ്ഞു തറപ്പിച്ച്. നിങ്ങൾ പണം വാങ്ങിയില്ലെങ്കിൽ എൻ്റെ ഭാര്യ ഈ സാധനങ്ങളൊന്നും കൈകൊണ്ട് പോലും തൊടില്ല. എൻ്റെ പൊന്നോ, ഞാനിപ്പോൾ എന്തൊട്ടാ ചെയ്യേണ്ട എൻ്റെ വടക്കുന്നാഥാ എന്ന് അയാളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശങ്കർ ഇങ്ങനെ നിന്നു. അപ്പോൾ ശങ്കർ കൈ കിടന്ന മോതിരം ഊരിയാളെ കൈ കൊടുക്കുക. ഈ ഐറ്റം ഇതിവിടെ വെച്ചേരെ, ഇത് സാധനങ്ങളുടെ വിലയായിട്ട് കൂട്ടിയാൽ മതി. സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാണും കേട്ടോ. ആ പണം തൽക്കാലം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെന്നേ. പിന്നെ എനിക്ക് സാധനങ്ങൾ വേണ്ടപ്പോൾ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ലാസ്റ്റ് എല്ലാം കൂട്ടിയിട്ട് കണക്ക് പറയാം കേട്ടോ. ശങ്കർഭായി അത് എന്ന് പറഞ്ഞു. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയണത് പോലെ ചെയ്യണം, മനസ്സിലായോ? ഞാൻ പണം തന്ന കഴിയുമ്പോൾ ഈ മോതിരം എനിക്ക് തിരിച്ചു തന്നാൽ മതി. ആഹാ, ശങ്കർഭായി പണം തന്നാലും ഞാൻ ഈ മോതിരം തിരിച്ചു തരില്ല കേട്ടോ എന്ന് പറഞ്ഞ അയാൾ. ഇതെൻ്റെ ശങ്കർഭായി എനിക്ക് തന്ന ഗിഫ്റ്റാണ്. പകരം ഞാൻ മരിക്കുന്നത് വരെ ഇതെൻ്റെ കയ്യിൽ ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചോളാം കേട്ടോ. പിന്നെ ഇതിന് പകരം ഞാൻ ശങ്കർഭായിക്ക് ഒരു പുതിയൊരു മോതിരം വാങ്ങിത്തരാം, അത് മതി എന്ന് പറഞ്ഞു. ആ എന്നാൽ ശരി, എടാ ജോജു 2 ചോക്ലേറ്റ് കൂടെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ 2 ചോക്ലേറ്റ് കൂടെ ജോജു എടുത്തു നമ്മുടെ ശങ്കറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. വീട്ടിലെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവർ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കണം. ഏട്ടത്തി, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിനിങ്ങനെ ഏൽപ്പിച്ചു. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോളാം, ഒന്നും വിട്ടുപോകാൻ വഴിയില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണമല്ലേ, അതെ അക്കണക്കിന് വാങ്ങിയതാ, എല്ലാം ഉണ്ടാവും എന്ന് ജോജു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗൗരി ഇങ്ങനെ പറയുക, ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അതെന്താ ഏട്ടത്തി അങ്ങനെ പറയണത്? ശങ്കറിൻ്റെ കയ്യിൽ ക്യാഷില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇതൊക്കെ വാങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിന്നു എല്ലാവരും. അതെ, ഒന്നെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് വാങ്ങിയ കടയിൽ കടം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ശങ്കർ അങ്ങനെയൊന്നും ചെയ്യണത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പട്ടിണി കിടക്കുന്നു എന്ന് ഓർത്തിട്ട് കടം വാങ്ങി ഇങ്ങനെയൊന്നും വാങ്ങിക്കൊണ്ട് വരരുതെന്ന് നിങ്ങൾ ശങ്കറിനോട് ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. അതെ, ഇതെവിടുന്നും കടം വാങ്ങിയതൊന്നും അല്ല കേട്ടോ, എൻ്റെ കയ്യിൽ. പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ കാശ് എവിടെ നിന്നല്ലേ നിനക്കറിയേണ്ടത്? എൻ്റെ കയ്യിലുള്ള മോതിരം ഊരിക്കൊടുത്ത് വാങ്ങിയതാ, ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. സത്യമായിട്ടതേ, ശങ്കർഭായി കൈ കടന്ന മോതിരം കൊടുത്തിട്ടാ ഇപ്പം ഇതൊക്കെ വാങ്ങിയത്. ദേ, നിനക്ക് ഇനിയും വിശ്വാസം വന്നിട്ടില്ല എങ്കിൽ എൻ്റെ കയ്യിൽ മോതിരം കിടന്ന പാട് കണ്ടോ എന്ന് പറഞ്ഞ് ശങ്കർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗരിക്ക് വിശ്വാസമായി. ഇനിയെങ്കിലും നിനക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി പതുക്കെ ആ സാധനങ്ങളെ കൈനീട്ടി അതങ്ങ് വാങ്ങി. അപ്പോൾ ഏട്ടത്തി കഷ്ടപ്പെടണ്ട, ഞാൻ കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞ് ആയിത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കിച്ചണിൽ കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോൾ എന്താണെങ്കിലും മോതിരം കൊടുത്ത് സാധനം വാങ്ങിയത് നന്നായി അല്ലേ, ഇല്ലെങ്കിൽ അപ്പം പണിവാളിന്ന് ചോദിച്ചാൽ മതി. എൻ്റെ ശങ്കർഭായ്, ഞങ്ങൾക്കിന്ന് ഭാഗ്യമുള്ള ദിവസം കേട്ടോ എന്ന് പറയാണ് വീരൻ. ആദ്യമായിട്ട് ഞങ്ങളുടെ ഏട്ടത്തിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം ഞങ്ങൾ കഴിക്കാൻ പോവല്ലേ, എന്താണെങ്കിലും നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുക, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ 3 പേരോട് അതേ പുറത്തേക്ക് പോയി. അപ്പോൾ ശങ്കർ അവിടെ നിന്നു. ശങ്കർ നമ്മുടെ ചോക്ലേറ്റ് വാങ്ങി 2 പോക്കറ്റിലിട്ടിരുന്നു. അപ്പോൾ ആ ചോക്ലേറ്റ് എടുത്ത് നമ്മുടെ ഗൗരിക്ക് ഒരു സന്തോഷം, ഭയങ്കര ചിരിയും ചിരിച്ചൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഗൗരി അത് വാങ്ങി, ഭയങ്കര സന്തോഷമായി ഗൗരിക്കും. അപ്പം ഗൗരി അത് വാങ്ങിയിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പം മനസ്സ് നിറഞ്ഞു നമ്മുടെ ശങ്കറിൻ്റെ. അത്രയും നേരം ആ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ മുഖമൊക്കെ തെളിഞ്ഞ് ആൾ ഹാപ്പിയായി. പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ്. അപ്പോൾ വേണി ആദർശിനെ കാത്തിരിക്കുകയാണ്. ഇതുവരെ ആദർശ് എത്തിയിട്ടില്ല, അതാണ് വേണിയുടെ സങ്കടം. വേണി ഫോണിലാണെങ്കിൽ തിരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷോ, ഇതെന്താ പറ്റിയത്? എത്ര തവണയാണ് വിളിക്കുന്നു, എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ഇതെന്താ ഫോൺ എടുക്കാത്തത്? ഫോൺ സൈലൻ്റ് ആയിരിക്കുമോ? ചിലപ്പോൾ ആയിരിക്കും കേട്ടോ. ചിലപ്പോഴേ വെളുപ്പിനെ പുറപ്പെട്ടതല്ലേ, വണ്ടിയിൽ ചിലപ്പം ഇരുന്ന് ഉറങ്ങുമായിരിക്കും, അതായിരിക്കും ഞാൻ വിളിച്ചിട്ട് അറിയാത്തത്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നന്ദിനി അമ്മയെ വിളിച്ചിട്ട് നമ്മുടെ മത്താപ്പ എത്ര മണിക്കാണ് ഇറങ്ങിയെന്നറിയാലോ, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ തൃശ്ശൂർ എത്ര മണിക്ക് എത്തുമെന്ന് നമുക്കൊരു ഊഹം കിട്ടില്ല. എന്നാൽ പിന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞ് വേണി ഏകദേശം ഫോണൊക്കെ എടുത്ത് നമ്മുടെ നന്ദിനി അമ്മയുടെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുകയാണ്.
അപ്പോൾ ഫോൺ എടുക്കുന്നത് നമ്മുടെ ആദർശാണ് കേട്ടോ. അപ്പോഴത്തേനും ആദർശല്ലേ ഇതെന്താ മനുഷ്യ ഇത്? അപ്പം നിങ്ങൾ പുറപ്പെട്ടില്ലേ? നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടോ മനുഷ്യ? നിങ്ങൾ രാവിലെ പുറപ്പെടുമെന്നും 10 മണിയാകുമ്പം ഇവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നതല്ലേ? അതെന്തും പണിയാ മനുഷ്യ നിങ്ങൾ കാണിച്ചത്? ഇപ്പം തന്നെ സമയം എത്രയെന്നറിയോ? ഇനി എപ്പം നിങ്ങൾ ഇറങ്ങാനായിരിക്കണത്? ഓതെ, നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ലേറ്റ് ആവില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ വന്നിട്ട് എവിടെയൊക്കെ പോകണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാ. ഗുരുവായൂർ പോകണ്ടേ, പിന്നെ അതിരപ്പള്ളി പോകണ്ടേ? അതൊക്കെ ഇപ്പോൾ വേസ്റ്റ് ആയില്ലേ എന്ന് ചോദിച്ച് വേണി ചൂടാവുക. ഇനി എപ്പോഴാണ് നിങ്ങൾ എത്തുന്നത്? പാതിരാത്രിക്കോ? പറയാതിരിക്കാൻ വയ്യട്ടോ, നിങ്ങൾ അസല് മത്താപ്പാട്ടോ എന്ന് പറഞ്ഞു. അതെ, അല്ലടോ മനുഷ്യ, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഫോണിൽ വിളിച്ച വിളിയൊന്നും നിങ്ങൾ കേട്ടിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഒറ്റ തവണ നിങ്ങൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിവിടെ ഒരുങ്ങിക്കെട്ടിയിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തുട്ടാ മനുഷ്യ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? വേണി, അത് നിങ്ങൾക്കെന്താ ഒരു വിക്കലും പറയലും? എന്താ നിങ്ങളുടെ സംസാരശേഷി പോയോ എന്ന് ചോദിച്ചു. അതോ ഇനി എന്തെങ്കിലും വയ്യഴുകി ഉണ്ടായിട്ടാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല വേണി എന്ന് പറഞ്ഞു. പിന്നെ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. നിൻ്റെ കോൾ ഞാൻ കണ്ടിരുന്നോ? മനഃപൂർവ്വം ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നതാ. എന്നിട്ട് മനഃപൂർവ്വമോ? എന്തിന്? അതെന്തിനാന്നാ ചോദിച്ചത്. വേണി, ഞാൻ പറയുന്നത് നീ ക്ഷമയോടൊന്ന് കേൾക്ക്. നിങ്ങൾ ആദ്യം കാര്യം എന്തിട്ടാന്ന് വെച്ചാൽ പറയുക. തൽക്കാലം എനിക്ക് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേണിക്കെന്തൊരു ഷോക്കായിപ്പോയി. വേണി ആകെ അപ്സെറ്റായിപ്പോയി കേട്ടോ. അത്രയും നേരം ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന ആളാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.